ഒരു മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ അപകടങ്ങളും ഫസബബുഹ അതിൻ്റെ കാരണം രണ്ട് കാര്യങ്ങളാണ്. എന്ത് മുസീബത്ത് നമ്മൾ ബാധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഈമാൻ കുറഞ്ഞു പോയിട്ടുണ്ടോ, നമ്മൾ പരാതി പറയും. ഇപ്പം പഴയ പോലെ ഈമാനില്ല, പഴയ പോലെ സാലിഹായ അമലുകൾ ഇല്ല, കുറവാണ്. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ദയാ അൽ വക്തി വ ഫസാദുൽ ഖൽബ്, സമയം പാഴാക്കലും സ്വന്തം മനസ്സ് അതിനെ ദുഷിപ്പിക്കലുമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ്. വതഊദു ബിദയാഇ ഹദ്ദിഹി മിനല്ലാഹി വനുഖ്സാനി ദറജതിഹി വമൻസിലതിഹി ഇൻദഹു. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ, നമ്മുടെ സമയവും കൽബും പാഴായാൽ അള്ളാഹുവിൽ നിന്ന് അകലും. അതിനനുസരിച്ച് വലിഹാദ ഇത് കാരണം വസ്സ ബഅദു ശുയൂഖ്, ചില ഷെയ്ഖുമാർ ഉപദേശിക്കാറുണ്ട് അവരുടെ ശിഷ്യന്മാരെ. ഫഖാല, അപ്പോൾ ഉപദേശത്തിൽ പറയും, ഇഹ്ദറു മുഖാലതത മൻ തുദയ്യിഉ മുഖാലതതുഹു അൽ വഖ്ത് വതുഫ്സിദുൽ ഖൽബ്. ആരോട് സഹവസിച്ചാലാണോ സമയം നഷ്ടപ്പെടുകയും മനസ്സ് ദുഷിച്ചു പോവുകയും ചെയ്യുന്നത്, അവരോടുള്ള സഹവാസം നിങ്ങൾ സൂക്ഷിക്കുക. ഫൈന്നഹു മതാ അൽ വഖ്തു വഫസദൽ ഖൽബ്. ആർക്കാണോ സമയനഷ്ടമായത്, ആർക്കാണോ അവൻ്റെ മനസ്സ് ഫസാദായത്, ഇൻഫറതത് അലൽ അബ്ദി ഉമൂറുഹു കുല്ലുഹ, അവൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നിയന്ത്രണം തെറ്റിപ്പോകും. ഇൻഫറത്ത എന്ന് പറഞ്ഞാൽ ഒരു മാല, അതിൻ്റെ ആ കെട്ട് പൊട്ടിച്ചാൽ, അതിൻ്റെ നൂല് മുറിച്ച് കഴിഞ്ഞാൽ മുത്ത് ഉതിർന്നു വീഴുന്നതാണ് ഇൻഫറത്ത എന്ന് പറയാം. അവൻ്റെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. വകാന മിമ്മൻ ഖാല അല്ലാഹു ഫീഹി, അള്ളാഹു ചില ആളുകളെക്കുറിച്ച് വിവരിച്ചതുപോലെ വർണ്ണിച്ചതുപോലെ ആയിരിക്കും എൻ്റെ അവസ്ഥ. എന്താണ് പറഞ്ഞത്? വലാ തുതി. നോക്കൂ നിങ്ങൾ, ഈ ആശയം അങ്ങനെയുള്ള ആളുകളോട് സാഹസിക്കരുത് എന്ന് പറഞ്ഞത് ഈ ഷെയ്ഖിൻ്റെ വസിയത്ത് സ്വന്തം വകയല്ല. അള്ളാഹു തആല പറഞ്ഞു, വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിന. എൻ്റെ ദിക്റിൽ നിന്ന് ആരുടെ കൽബിനെയാണോ ഞാൻ അശ്രദ്ധയിലാക്കിയത്. അല്ല, ഇതൊക്കെ അള്ളാഹ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള മോശപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ് ആക്കുന്നതാണ്. ആരുടെ മനസ്സിനെയാണോ എൻ്റെ ദിക്റിൽ നിന്ന് ഞാൻ അകറ്റിയിട്ടുള്ളത്, വലാ തുതി, അവനെ നീ അനുസരിക്കരുത്. അനുസരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ് സഹവാസം. അങ്ങനെ സുഹൃത്തുക്കൾ പരസ്പരം അനുസരിക്കും. വത്തബഅ ഹവാഹു, അങ്ങനെ അവൻ തൻ്റെ ഹവയെ പിന്തുടർന്നു. വകാന അംറുഹു ഫുർത്താ. അപ്പോൾ നോക്കൂ, അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, ദിക്റില്ല. അതുപോലെ വത്തബഅ ഹവാഹു, അവൻ്റെ ഹവയെ പിന്തുടരുകയാണ്. അങ്ങനെ ചെയ്താൽ വകാന അംറുഹു ഫുർത്താ, അവൻ്റെ കാര്യമൊക്കെ കൈവിട്ട അവസ്ഥയിലായിരിക്കും. അല്ലാഹു തആല നമുക്ക് കാത്ത് രക്ഷിക്കട്ടെ.